വെൽക്കം ടു ഷംസൂസ് കിച്ചൺ. ഷംസൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിയാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിയാം. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. ഇനി കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കരിവേപ്പിലയും നമുക്ക് എന്ത് ചെയ്യണം, ചെറുതായിട്ട് അരിയണം. ഈ കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിയുക. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് വെച്ചാൽ നമുക്ക് ഒരു 2 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂൺ നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്, പിന്നെ കരിവേപ്പില, ഇഞ്ചി, മല്ലിയില ഇതെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യും. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാനാണ് നല്ലത്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് എന്ത് ചെയ്യാനായിട്ട് കുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ മസാല ഇതിന് പിടിക്കണം. വെള്ളം കുറവുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മസാല ഇതിന് പിടിക്കുന്ന രൂപത്തിലാക്കി വെക്കാം. ഞാൻ കൈമൊട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ആയി കിട്ടണം. പുള്ളി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കനം കുറച്ചിട്ട് അരിയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാനിവിടെ ഉള്ളി അരിഞ്ഞതിൽ കുറച്ച് കനം കട്ടി കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാത്തത്. ഉള്ളി അരിയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കനം കുറച്ച് അരിയുക. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടാണ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഓയിൽ ചൂടായിട്ട് നമുക്കിതിലേക്ക് ഓരോന്നായിട്ടിടാം. ഞാനിതിവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചാൽ സുഖമാണ്, നമുക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടി സാധിക്കും.
ഓക്കെ, നമ്മുടെ ഉള്ളിവട റെഡി ആയി കഴിഞ്ഞു. നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തുകയുള്ളൂ.